ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് മാനോഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. ഇംഗ്ലീഷ് പരീക്ഷയിൽ എളുപ്പത്തിൽ A+ നേടാൻ കഴിയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നല്ലോ. ആ വീഡിയോയിൽ നറേഷൻ അതേപോലെ റൈറ്റപ്പ് ഇതിനൊക്കെ പകരം ചാപ്റ്ററിൻ്റെ സമ്മറി എഴുതി വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ മച്ചാന്മാർ ആ ചാപ്റ്ററിൻ്റെയൊക്കെ സമ്മറി ഒന്ന് വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്തു തരുമോ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ചോദിച്ച മച്ചാന്മാർക്കും അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി ആവശ്യമുള്ള മറ്റ് ചങ്കൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പബ്ലിക് എക്സാമിന് 7 മാർക്കിൻ്റെ 5 essay ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ടോട്ടൽ 35 മാർക്ക്. സാധാരണയായി നറേഷൻ, റൈറ്റപ്പ് എന്നീ ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ വരാറുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഉടായ്പായിട്ട് ഈ ചാപ്റ്ററിൻ്റെയൊക്കെ സമ്മറി ഒന്ന് എഴുതി വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഫോക്കസ് ഏരിയയിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യം വരുന്ന പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളായ പ്രൊജക്ട് ടൈഗർ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദ മിറർ, അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഐ എവർ മെയ്ഡ്, ഈ 4 ചാപ്റ്ററിൻ്റെ സമ്മറി ഞാൻ ഇതിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിന് നറേഷൻ ചോദിച്ചാലും അതേപോലെ തന്നെ റൈറ്റപ്പ് ചോദിച്ചാലും ഇനി പാരഗ്രാഫ് ചോദിച്ചാലും മക്കൾ ഇതൊക്കെ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതിട്ടോ. വെറുതെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നും പഠിച്ചിട്ട് കഷ്ടപ്പെടണ്ട. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ സമ്മറി ആയിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാം. ഞാൻ അർത്ഥം പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചിടുന്നേ ഉള്ളൂ. അർത്ഥങ്ങളൊക്കെ കൂട്ടുകാർക്ക് കുറേ അറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ അർത്ഥം പറഞ്ഞ് ഞാൻ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ടാൽ പോരാ, നിങ്ങളിത് നോട്ടിലേക്ക് പകർത്തി എഴുതുക. എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഓരോ ചോദ്യവും 10 മിനിറ്റ് ടൈമിൻ്റെ ഉള്ളിൽ എഴുതി തീരുന്ന രീതിയിൽ കാണാതെ പഠിക്കണേ. അങ്ങനെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാലേ നിങ്ങൾക്ക് ഒരു 50 മിനിറ്റ് കൊണ്ട് ഈ 5 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരാക്കി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രൊജക്ട് ടൈഗർ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഈ നറേഷൻ ആയാലും അതുപോലെ തന്നെ റൈറ്റപ്പ് ആയാലും എഴുതുന്നതിന് മുമ്പ് നല്ലൊരു ടൈറ്റിൽ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊജക്ട് ടൈഗറിന് പറ്റിയൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആൻ അഡ്വഞ്ചർ വിത്ത് എ ടൈഗർ, ഒരു കടുവയുമൊത്തുള്ള സാഹസികത. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുക. ഇനി ഇതന്നെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സമ്മറിയിലേക്ക് കിടക്കാം. ഞാൻ അർത്ഥമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിക്കണേ. Project Tiger is a beautiful memoir written by Satyajit Ray, a popular Indian filmmaker. Ray begins his article by paying his respect to the Hollywood filmmakers for giving great reverence and consideration to the animal actors. He also recalls some of his experiences and efforts for shooting a film Gopi Gain Bagabain using a tiger as a character. അപ്പോൾ ഇത്ര എഴുതിയിട്ട് നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ പാരഗ്രാഫുകളായിട്ട് തിരിച്ചിട്ട് വേണം നിങ്ങൾ റൈറ്റപ്പ് ആയാലും അതുപോലെ തന്നെ നറേഷൻ ആയാലും എഴുതേണ്ടത്. പാരഗ്രാഫ് തിരിച്ചെഴുതുന്നതിനൊക്കെ പ്രത്യേകം മാർക്ക് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്. In that film there are 2 central characters. They are Gopi and Baga. In the film both of them were banished by a king and finally they met in a forest. Then they see a tiger and freeze. But the tiger simply walked about in the forest without paying them any attention. കൂട്ടുകാർ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. അത് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടൊന്ന് പഠിക്കുക. അല്ലാതെ ഇതിൽ ഓരോ ചോദ്യങ്ങളും ഓരോ റൈറ്റപ്പും ഓരോ നറേഷനും നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പഠിക്കേണ്ടി വരും. നിങ്ങൾ ഗൈഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ, അത്രയും കുറേ പഠിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്കിലും ഒന്ന് പഠിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം. In order to shoot that scene, Ray needed a real tiger. In those times, it was very difficult to get a trained animal in India for a shooting. So he approached Bharat Circus Company. The manager was a Tamilan and he agreed to provide Satyajit Ray a tiger. Ray detailed everything about his demand to the ringmaster, Mr. Thorat. Thorat was very much interested to send his tiger for the shooting. ഇനി അടുത്ത പാരഗ്രാഫ്. The shooting was in a bamboo grove in a village called Nottingham. Instead of bringing one tiger, Thorat had taken 2 robust tigers to the spot. He remained that if a tiger failed to act properly, they could use the other.
The crew placed the tripod facing the bamboo grove and the actors were arranged in such a way that they could be shown along with the tiger. A 5-foot iron rod was fixed to the ground and a long wire at one end of the collar of the tiger was tied to it. ഇനി നമുക്ക് അഞ്ചാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാം. When the door opened, the tiger sprang out of its cage. Instead of walking calmly, it started prancing around with a tremendous enthusiasm as if in a circus. After some time, as the tiger became calm, they managed to take some shots they needed. അവിടെ ദ എന്നാണ് എഴുതിയത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദേ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആസ് ദേ എക്സാമിൻഡ്, ഇവിടെയും ദ എന്നാണ് എഴുതിയത്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, സോറി, ദേ എന്നാണ് വരേണ്ടത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആസ് ദേ എക്സാമിൻഡ് ദ ഫിലിംസ് ഫ്രം ദ സ്റ്റുഡിയോ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഷോട്ട്സ് ഡിഡിൻറ്റ് ഗെറ്റ് വെൽ ബിക്കോസ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. അലാസ്, അവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാണ്. അലാസ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുകയാണ്. ദേ ഹാഡ് ടു ഷൂട്ട് ഓൾ ദ സീൻസ് അഗെയിൻ. ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാരഗ്രാഫാണ്. നെക്സ്റ്റ് ടൈം ദേ ഫൗണ്ട് അനദർ ലൊക്കേഷൻ ഫോർ ദ ഷൂട്ടിംഗ്. It was a bamboo grove in a village called Boral. Thus, the lorry with the tigers arrived, but this time hundreds of people rushed there to watch the shooting and the crowd was not ready to move away from the camera. But as the door of the cage was opened, the tiger emerged with a loud roar and charged straight at the villagers. All of a sudden, everyone disappeared from the scene as if by a magic. The shots were taken again as the tiger became normal. Thus, the shooting was successfully completed. ഈ ഒരു ചാപ്റ്ററിന് 7 മാർക്കിനോ 6 മാർക്കിനോ ഏതൊരു ചോദ്യം വന്നാലും കൂട്ടുകാർക്ക് ഇത് തന്നെ എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. അടുത്ത ചാപ്റ്റർ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ സമ്മറി ഞാനൊന്ന് വായിക്കുകയാണ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ഹ്യൂമറസ് സ്റ്റോറി റിട്ടൺ ബൈ പോപ്പുലർ മലയാളം റൈറ്റർ വൈക്കം മുഹമ്മദ് ബഷീർ, ഹു ഈസ് ഫോൺലി റിമെമ്പേർഡ് ആസ് ദ ബേപ്പൂർ സുൽത്താൻ. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഹോമിയോപ്പസ് എൻകൗണ്ടർ വിത്ത് എ സ്നേക്ക്. The doctor lived in a small rented room full of rats. The house was not even electrified. ഇനി അടുത്ത പാരഗ്രാഫ്. It was a hot summer night. The doctor was reading a book. There was a kerosene lamp burning on the table. There was also a large mirror on the table. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ്. While looking at the mirror, many colorful thoughts struck in doctor's mind. He imagined himself that he was so handsome. As he was a bachelor, he dreamed of marrying a woman doctor who had plenty of money. While he was sitting with such beautiful dreams, a dull sound was heard as if a rubber tube had fallen to the ground. Before he could do anything, a fat snake wriggled over the back of the chair and coiled around his left arm. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. The doctor sat still like a statue, but his mind was very active. He called himself as a fool because he had no medicine with him if the snake had struck. He prayed to God in mind. Next paragraph. As a miracle, suddenly the snake turned into the mirror on the table. Then the snake slowly unwound itself from his arm and crept towards the mirror. Maybe it wanted to have a closer look at its own image. ഇനി അടുത്ത പാരഗ്രാഫ്. Without wasting a moment, the doctor silently moved out of the room and ran away. Then he reached one of his friend's house. He stayed there at that night. At the next morning, he reached his room with some friends, but unfortunately he could see nothing there. All his properties were stolen by some thieves. And the interesting thing was that the thief had left one of the doctor's belongings as a final insult. It was nothing but his dirty vest. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന സ്റ്റോറിയുടെ സമ്മറി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. AJ ക്രോണിൻ എഴുതിയ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്.
ഞാൻ വായിക്കുകയാണ്. The best investment I ever made is a beautiful story written by A.J. Cronin. The story narrates a touching episode from the author's early life as a doctor in London. അടുത്ത പാരഗ്രാഫ്. At the very beginning of the story, we see that the narrator was his second day of the voyage from US. While walking along the deck, he realized that one of the passengers was watching him closely. The narrator felt that the man was not confident enough to talk with him. He was in his early 40s. Later, narrator discovered that the man's name was John. ഇനി അടുത്ത പാരഗ്രാഫ്. On the final evening at sea, Mrs. John persuaded John to meet the narrator. After introducing himself, John started telling his story to the narrator. ഇനി next paragraph. His parents were dead. His uncle helped him to get the job of a clerk in a London lawyer's office. He had no friends there, so he fell into some bad companies. He started enjoying pleasures beyond his means. He started betting on horses. Soon he lost all his small savings. In an effort to recoup money, he stole some money from his office safe to make a final bet. But again he lost. Thinking on future prosecution, he became afraid and decided to commit suicide. Thus, he shut the room and turned on the gas. ഇനി അടുത്ത പാരഗ്രാഫ്. The narrator, who was a doctor, was called in to attend to him as he was found unconscious. There was also a policeman as well as the landlady of John. The doctor soon revived him. John confessed to them why he tried to commit suicide. The doctor, the policeman, and the landlady felt pity for him and they decided to give the boy a new start. The doctor gave him the money to replace what he took from the office safe. The policeman would not report against John. The landlady would give him a month's free board. ഇനി last paragraph. John now changed completely. He became a lawyer and also working as a director of a charitable trust. Now he and his wife are helping the backward, maladjusted and delinquent youth to return to normal life. On hearing John's story, the narrator realized that the money he gave John was the best investment he ever made. ഇനി അവസാനത്തെ നറേഷൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൻ്റെതാണ്. അതായത് റസ്കിൻ ബോണ്ട് എഴുതിയ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള കഥ. നമുക്ക് വായിക്കാം. The boy is the central character in the beautiful story written by Ruskin Bond, one of the most prominent writer in English literature. ക്ഷമിക്കണം, അവിടെ ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി എന്ന് എഴുതിയ ശേഷം എൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിൻ്റെ പേര് എഴുതിയ ശേഷമാണ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് എന്ന് എഴുതേണ്ടത്. അത് വിട്ടുപോയതാണ്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്. ഇൻ ദിസ് സ്റ്റോറി ദ ബോയ് അപ്പിയേഴ്സ് ഹിംസെൽഫ് ആസ് എ ലവർ ഓഫ് നേച്ചർ. He lives with his grandparents in an old house of Dehradun. As a lover of nature, he loves to spend most of the time in Banyan Tree, where he gets a lot of friendship with the squirrels and birds. In his second paragraph, the boy gets enormous pleasure on befriending with the young grey squirrel, which delves into his pockets and takes food from his hand. He makes the banyan tree his domain and builds a platform halfway up the tree. He is very much fond of books. He usually reads a very varieties of books by sitting on the banyan tree. The list of his favorite books include adventurous stories and novels. Whenever he feels no interest in reading, he observes the wonderful world of nature under the tree. ഇനി third paragraph. It was a hot afternoon in April, so everybody was indoors. But the boy, as usual, was on his favorite spot on the banyan tree. At that time, he saw a huge black cobra moving out of the bushes. And at the next moment, to his surprise, a small mongoose appeared there from the other side of the garden. Soon, both the animals prepared for a fight. The snake is too strong and ferocious. On the other hand, the mongoose was very sharp and clever.
So it would be a tough fight. ഇനി next paragraph. The combatants were unaware of the presence of the boy as he was sitting on the tree. But as the fight was in progress, there came two other spectators, a jungle crow and a myna. Both of them were very much thrilled by the fight and they also wanted to participate in the fight. At the very peak of the battle, the crow and the myna flew to the snake. Myna returned safely, but the crow couldn't fly and received a heavy blow from the cobra. Alas, the crow fell on the ground 20 feet across the garden and died on the spot. Meanwhile, the mongoose dominated the battle. The little fellow leapt over the snake so swiftly and bit on its head several times. Gradually, the snake grew weaker. Next paragraph. Mongoose didn't release its bite from the snake's hood until it became motionless. At last, it dragged the dead cobra into the bushes. Then the myna congratulated the mongoose with a shrill and flew away. ഇനി ലാസ്റ്റ് പാരഗ്രാഫ്. The boy also gets another pet. It is a white rat which his grandfather has bought from the bazaar. He also loves this rat just as much as other animals. He often takes the rat to the banyan tree. Gradually, the rat mates with one of the squirrels on the banyan tree. Then the squirrel gives birth to 3 white baby squirrels. The boy becomes very much thrilled of this sight. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൻ്റെയും സമ്മറിയായി. അപ്പോൾ ഫോക്കസ് ഏരിയയിലെ 4 ചാപ്റ്ററിൻ്റെയും സമ്മറി കിട്ടിയല്ലോ. ഇനി ഈ ചാപ്റ്ററിന്ന് റൈറ്റപ്പ് ആയാലും ശരി, നറേഷൻ ആയാലും ശരി, റിപ്പോർട്ടായാലും ശരി, ഇങ്ങനെ ഏത് 7 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ചോദ്യം വന്നാലും കൂട്ടുകാർ ഇതന്നെ അങ്ങോട്ട് തട്ടിവിട്ടേക്കണ്ടി. എന്നാൽ പിന്നെ നമ്മളങ്ങോട്ട് വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മച്ചാന്മാരെ. എന്നാൽ പിന്നെ ശരി, എല്ലാവർക്കും ബൈ, താങ്ക്സ്.